വിഷുക്കാലം എത്തിയതോടെ വിഷരഹിത പച്ചക്കറികളുടെ വിഷുക്കണിയൊരുക്കി കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴിയിലെ കർഷകർക്ക് വിഷുക്കാലം പച്ചക്കറികളുടെ മികച്ച വിപണനകാലം കൂടിയാണ്. വിഷു വിപണി ലക്ഷ്യം വെച്ച് ജനുവരി മാസം മുതൽ ആരംഭിച്ച കൃഷിയിൽ കണിവെള്ളരിയും കണിമത്തനും വിളവെടുത്തു കഴിഞ്ഞു. സംസ്ഥാന കർഷക അവാർഡ് ജേതാക്കളായ ശുഭകേശനും സാനുവും സുനിലും സുയിത്തും രേഷ്മയും ആശയുമൊക്കെ ഇതിനകം വിളകൾ വിറ്റുകഴിഞ്ഞു. ശുഭകേശൻ കൃഷിയിടത്തിൽ തന്നെയാണ് വിപണനവും ഒരുക്കിയത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ലജിത തിലകൻ, പഞ്ചായത്ത് അംഗം സജിത ബൈജു, കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ, ഫാം ഇൻഫർമേഷൻ ഉദ്യോഗസ്ഥൻ സുമേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പയറും പടവലവും പാവലും പീച്ചിലും മത്തനും ഇളവനും വെണ്ടയുമെല്ലാം പാടശേഖരങ്ങളിലും പറമ്പിലും നിരവധി കർഷകർ കൃഷി ചെയ്തിട്ടുണ്ട്. സാനൂപ്പാപ്പറമ്പിൽ ഇത്തവണ പരമ്പരാഗത രീതിയിലാണ് പാവൽ കൃഷി ചെയ്തത്. പ്രിയങ്ക മായ ഇനത്തിലുള്ള പാവലാണ് സാനു കൃഷി ചെയ്തത്. വിഷരഹിത പച്ചക്കറികളുടെ വിഷക്കണി കിറ്റും ഇത്തവണ സാനു കഞ്ഞിക്കുഴിയിൽ നിന്നും വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. കാട്ടുകട എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ 450 രൂപ നിരക്കിലാണ് വിഷുക്കണിക്ക് ആവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൊന്നപ്പൂവും നൽകുന്നത്. പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് വിഷുക്കാല പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ വാങ്ങി നൽകിയിരുന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിലും പച്ചക്കറി കൃഷി നടത്തിവരുന്നുണ്ട്. പച്ചക്കറികളുടെ വിഷുക്കണി ഒരുക്കുകയാണ് കഞ്ഞിക്കുഴിയുടെ അഭിമാന കർഷകൻ ശുഭകേശൻ്റെ കൃഷിയിടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കണിവെള്ളരിയും കണിമത്തനും അതുപോലെ തന്നെ പാവലും പടവലവും പയറും ഒക്കെ നന്നായി ഇത്തവണ വിളയിക്കാൻ ശുഭകേശന് കഴിഞ്ഞിട്ടുണ്ട്. വിഷുക്കാലം ലക്ഷ്യമിട്ട് ആരംഭിച്ച കൃഷി ഇടയ്ക്കിടെ പെയ്ത മഴ ബാധിച്ചുവെങ്കിലും നല്ല വിളവുണ്ടാക്കാൻ ശുഭകേശന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ മലയാളികളുടെ വിഷുക്കണി വിഷരഹിത പച്ചക്കറികളാൽ സമൃദ്ധമായി മാറുന്ന ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.